ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന 2024 ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് തന്നെ ഒരു വില്ലേജാണ്. അവിടെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. ഇന്ന് 18 മണിക്കൂർ മിലിറ്ററിക്കാരുടെ ഫയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കഴിയുന്നതിന് മുന്നേ ആരും പുറത്തിറങ്ങി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വിത്തൗട്ട് പെർമിഷൻ ഈ ഏരിയയിൽ ആരെങ്കിലും വന്നാൽ അത് ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ്. ഈ സമയം ഒരു പാലത്തിന് മുകളിൽ ഒരു വാനിൽ സിയോൺ ജോ എന്ന് പറയുന്ന ഒരുത്തൻ റൈഫിളിൽ ഒരു വീടിനെയും ലക്ഷ്യം വെച്ച് കാത്തിരിക്കുകയാണ്. സിയോൺ ജോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും ആ വീട്ടിലെ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ നായിക ജിയാൻ, അവളെ തൊട്ടില്ല എന്ന രീതിയിൽ പോയി ആ ഷോട്ട് അവിടെയുള്ള ഫോട്ടോയിൽ പോയി കൊള്ളുന്നു. പെട്ടെന്ന് തന്നെ ജിയാൻ ഒരു മൂലയിലേക്ക് പോയി ഒളിക്കുകയാണ്. നോക്കുമ്പോൾ ആ വീട്ടിൽ ജിയാൻ മാത്രമല്ല ഉള്ളത്, ഓൾറെഡി മുറിവ് പറ്റിയിട്ടുള്ള ഒരു പെണ്ണും പാതി ബോധത്തിൽ നിലത്ത് കിടക്കുന്ന ഒരു ചെറുക്കനും ഉണ്ട്. ഇപ്പോഴാണ് അവിടെ കിടക്കുന്ന ഗൺ ജിയാൻ ശ്രദ്ധിക്കുന്നത്. അത് എടുക്കാൻ വേണ്ടി ജിയാൻ പോകുന്നതും സിയോൺ ജോ അതിനെ ഷൂട്ട് ചെയ്ത് മാറ്റുന്നു. അത് നേരെ സോഫയുടെ അടിയിലേക്ക് ചെല്ലും. ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പേടിച്ചിരിക്കുകയാണ് ജിയാൻ. ഈ സമയം അവൾക്ക് അവളുടെ അങ്കിൾ ജിൻമാൻ്റെ ഓർമ്മകൾ വരികയാണ്. പണ്ട് ഇവർ ഒരുമിച്ച് ഇരുന്ന് ഒരു ആക്ഷൻ പടം കണ്ടുകൊണ്ടിരിക്കെ രണ്ട് ഭാഗത്തു കൂടെ വെടിവെച്ചിട്ട് ആ നായകനെ അവർക്ക് കൊല്ലാൻ പറ്റില്ലേ എന്ന് ജിയാൻ ചോദിക്കുമ്പോൾ അവൻ ബ്ലൈൻഡ് സ്പോട്ട്സ് നോക്കിയിട്ടാണ് ആ കണ്ണുകളെ മറികടക്കുന്നത്. ജിയാൻ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ സമയം നിനക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന്? അങ്ങനെ ചോദിക്കുന്ന ജിൻമാനോട് പിന്നെ കാണാൻ കഴിയാതെ എന്ന് ജിയാൻ മറുപടി നൽകുമ്പോൾ അതിന് നീ ഒരു ഡ്രാഗൺ ഫ്ലൈ ഒന്നുമല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ കണ്ണുകൊണ്ട് എളുപ്പത്തിൽ കാണാൻ കഴിയാത്ത ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അവയെ നമ്മൾ ബുദ്ധിപൂർവ്വം കണ്ടുപിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു ഓർമ്മ ജിയാനിലേക്ക് വരുന്നതും അതെ, ബ്ലൈൻഡ് സ്പോട്ട്സ് അതാദ്യം കണ്ടെത്തണം. ജിയാൻ ഇപ്പോൾ പൊട്ടിക്കിടന്ന ഒരു ചില്ലെടുത്ത് ഒരു ചൂലുമായി അറ്റാച്ച് ചെയ്ത് അത് പുറത്തേക്ക് കാണിക്കുകയാണ്. ആ മിററിലൂടെ ആരെയെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതി. ഇത് കണ്ട സിയോൺ ജോ ആണെങ്കിൽ നീ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നുണ്ടല്ലേ എന്നും പറഞ്ഞ് അതിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ ജിയാൻ നിർത്തിയില്ല. ഇപ്പോൾ അവൾ ഒന്നുകൂടെ മുകളിലേക്ക് പിടിക്കുകയാണ്. അത് എന്നാൽ ഇപ്രാവശ്യം സിയോൺ ജോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റുന്നില്ല. അതോടെ ഇവൻ ഏത് ഭാഗത്തു നിന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് എന്ന കാര്യം ജിയാന് മനസ്സിലാകുന്നു. ആ വെടിയുണ്ട ഇടതുവശത്തു നിന്നാണ് വരുന്നത്. കുറച്ച് ദൂരെയാണ് അയാൾ ഉള്ളതെന്നും അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മുകളിൽ കയറി താഴേക്ക് ചാടാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. അവൾ എന്തോ കണക്ക് കൂട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സിയോൺ ജോ ഡ്രൈവറോട് വണ്ടി ഒന്നുകൂടെ മുന്നിലോട്ട് എടുക്കാൻ വേണ്ടി പറയുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നതും ചാടാൻ വേണ്ടി നിൽക്കുന്ന ജിയാൻ സിയോൺ ജിയോയുടെ ഗണ്ണിൻ്റെ എയിമിൽ വരുന്നു. ജസ്റ്റ് മിസ്സിന് അവൾ രക്ഷപ്പെടുന്നു. താഴേക്ക് ചാടിയ ജിയാൻ്റെ മുകളിലൂടെ പോവുകയാണ് ആ ഷോട്ട്. പെട്ടെന്ന് തന്നെ ജിയാൻ സിയോങ് ജോ സോഫയുടെ അടിയിലോട്ട് വെടിവെച്ചിട്ട് ആ ഒരു ഗണ്ണെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് എളുപ്പത്തിലെടുക്കാൻ വേണ്ടി ആ സോഫ മലർത്തിയിടുന്നതും അതിനുള്ളിൽ വേറൊരു അഡാർ സാധനം. വീണ്ടും ജിയാനെ ലക്ഷ്യം വെച്ചിരിക്കുന്ന സിയോൺ ജോ കാണുന്നത് ഒരു വലിയ റൈഫിളും കൊണ്ട് ഇവനെ എയിം ചെയ്തിരിക്കുന്ന ജിയാനെയാണ്. അവിടുന്ന് ജിയാൻ ഇപ്പോൾ അവനെ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് സീരീസിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, എ ഷോപ്പ് ഫോർ കില്ലേഴ്സ്. ശേഷം കാണിക്കുന്നത് ഇതിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. ജിയാൻ ഒരുത്തനെ തല്ലി എന്ന പേരിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ജിയാൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയവരാണെങ്കിൽ അവളെ ജയിലിലിടാൻ പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സംഭവ സ്ഥലത്തെ CCTV നോക്കുമ്പോൾ കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് വുമൻസിൻ്റെ ടോയ്ലറ്റിൽ കയറിയ ഒരുത്തനെയാണ് ജിയാൻ ഇപ്പോൾ പഞ്ഞിക്കിട്ടിരിക്കുന്നത്. പോലീസിൻ്റെ അടുത്തുനിന്ന് വന്നവൾ എൻ്റെ അടുത്തല്ല പ്രശ്നം, അവൻ ആദ്യം ലേഡീസിൻ്റെ ടോയ്ലറ്റിൽ വന്ന് കയറി, അത് തടയാൻ പോയ എന്നെ അവൻ അടിക്കാനും നോക്കി എന്ന് പറയുന്ന ജിയാനോട് ഇതെല്ലാം ശരിയാ, പക്ഷേ ഒരാളെ ഇങ്ങനെ തല്ലാൻ പാടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്ക്, ഏതെങ്കിലും ഗാർഡിയൻ വന്നാൽ ഞാൻ നിന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കാം എന്ന് പറയുകയാണ്. വേറെ വഴിയില്ലാതെ ജിയാനാണെങ്കിൽ അവളുടെ അങ്കിൾ ജിൻമാനെ വിളിക്കുന്നു. എന്നാൽ ആ ഫോൺ എടുക്കുന്നത് വേറൊരു പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു പോലീസുകാരനാണ്. ഇത് ജിയാനാണോ? ഞാൻ യോഷാങ് പോലീസ് സ്റ്റേഷനിലെ പാക് ജിൻവോ ആണ്. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അതായത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ബഹളം വെക്കരുത്. നിന്റെ അങ്കിളിനെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് ഫോണിലൂടെ ആ പോലീസുകാരൻ പറയുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ട് ഷോക്കിൽ നിന്ന് പോവുകയാണ് അവൾ. ശേഷം നാട്ടിൽ ജിൻമാൻ്റെ വീട്ടിലോട്ട് പോകുന്ന ജിയാൻ അവനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ജിൻമാൻ ജിയാൻ്റെ റൂമിൽ കള്ളന്മാരൊന്നും കയറാതിരിക്കാൻ വേണ്ടി ജനലിൽ ഓരോ ബാറൊക്കെ വെക്കുന്നുണ്ട്. ഇത് കണ്ട് എൻ്റെ റൂമിൽ ഏത് കള്ളം വന്ന് കയറാനാ? അങ്ങനെ കയറുവാണെങ്കിൽ തന്നെ ഇവിടെ എന്താ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്.
ഒരു ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഷെൽഫും അവൾക്ക് വേണ്ടിയിട്ട് അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ നീ കയറിയിരുന്ന ഒരു ബുള്ളറ്റിനും നിന്നെ തൊടാൻ പറ്റില്ല, എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ജിൻമാൻ പറയുന്നത് കേൾക്കുമ്പോൾ അതിനാരാ ബുള്ളറ്റും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ് ജിയാൻ. ഇപ്പോഴാണ് ജിയാൻ്റെ സ്റ്റുഡൻ്റ് ID കാർഡ് അവിടെ ഇരിക്കുന്നത് ജിൻമാൻ ശ്രദ്ധിക്കുന്നത്. ഈ സമയം ജിയാൻ ആണെങ്കിൽ അങ്കിളെ മറ്റില്ലവനില്ലേ, അവനൊരു ആക്സിഡൻറ്റ് പറ്റി കാലും കൈയൊക്കെ ഒടിഞ്ഞെന്നാ കേട്ട്. അവൻ എന്നെയും എൻ്റെ കൂടെ ജോലിയെടുത്തവരെയും വിളിച്ച് എല്ലാ പൈസയും തിരിച്ചു വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എനിക്കെന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഞാൻ അങ്കിള് പഠിപ്പിച്ച പോലെ ആകാശത്തേക്ക് നോക്കി 3 തവണ അങ്കിളിൻ്റെ പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ശരിക്കും വർക്കായെന്ന്. വർക്കാവും, കാരണം അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചത് ഞാനല്ലേ എന്ന് ജിൻമാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒത്തിരി മുറിവിൻ്റെ പാടുകളുണ്ട് എന്ന് വെച്ച് ഇമ്മാതിരി തള്ളൊന്നും തള്ളല്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ് ജിയാൻ. ഈ സമയം ജിൻമാൻ ആണെങ്കിൽ ജിയാൻ്റെ സ്റ്റുഡൻറ് ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ കാര്യം തിരക്കുന്ന ജിയാനോട്, നിനക്കറിയോ ഒരു സോൾജർ മരിച്ചാൽ അയാളുടെ സർവീസ് സമ്മതം മറക്കാതിരിക്കാൻ വേണ്ടി അത് അയാൾ പല്ലിൽ ഒളിപ്പിക്കും. നിന്റെ ബർത്ത് നമ്പർ മരണം തൊട്ട് ജീവിതം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ സ്കൂൾ ID നമ്പർ എന്തൊക്കെ വന്നാലും നീ മറക്കരുത് എന്ന് പറഞ്ഞ് ജിൻമാൻ പലതവണ അത് അവൾക്ക് വേണ്ടി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ആ ടാക്സിയിലിരുന്ന് ആലോചിക്കുന്ന ജിയാൻ, അങ്കിൾ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ സ്കൂൾ ID നമ്പറാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സമയം ആ ടാക്സി ഡ്രൈവർ, നീ ജിൻമാൻ്റെ ചേട്ടൻ്റെ മോളല്ലേ, ഞാൻ അവൻ്റെ ഫ്രണ്ടാ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നീ സിയോളിൽ നിന്നായിരുന്നില്ലേ പഠിച്ചിരുന്ന്? അല്ല, ജിൻമാൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു? എന്നാൽ ടാക്സി ഡ്രൈവർ ചോദിക്കുമ്പോൾ അങ്കിൾ മരിച്ചുപോയി എന്ന് പറയുകയാണ്. ജിയാൻ ഈ ടാക്സി ഡ്രൈവറെയും കൊണ്ടുവന്നിരിക്കുന്നത് അങ്കിളിൻ്റെ ഫ്യൂണറലിന് വേണ്ടി ഒരു ഹാള് തപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഹാളും കാര്യങ്ങളുമെല്ലാം ഈ ടാക്സി ഡ്രൈവർ ജിയാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം അയാളുടെ കാർഡും അവളെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ശേഷം ജിയാൻ വരുന്നത് ജിൻമാനെ കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയിലോട്ടാണ്. ജിൻമാൻ്റെ കഴുത്തിലായി ഒരു മുറിവ് കാണുമ്പോൾ ജിയാൻ ഇപ്പോൾ സ്വയം സൂയിസൈഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ മുറിവാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ പോലീസുകാരനോട്. ഞങ്ങൾ CCTV എല്ലാം ചെക്ക് ചെയ്തു, വേറെ ഒരാളും അവിടേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് സൂയിസൈഡ് ആവാനാ വഴി. ചെക്ക് ചെയ്ത ഡോക്ടറും അത് തന്നെയാ പറഞ്ഞത് എന്ന് പറയുന്നു. പോലീസുകാരൻ ഇപ്പോൾ ജിയാൻ്റെ സൈനും വാങ്ങി ജിൻമാൻ്റെ ബോഡി വീണ്ടും മോർച്ചറിയിലോട്ടാക്കുന്ന സമയത്താണ് ജിയാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ജിൻമാൻ്റെ കയ്യിൽ ഇംഗ്ലീഷിലായി മർദേ ഹെൽപ്പ് എന്ന് ടാറ്റു ചെയ്തിരിക്കുന്നതായി അവൾ കാണുന്നു. ശേഷം ജിയാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്കിളിൻ്റെ കൂടെ കുറേ കാലം ഇവൾ ഇവിടെയാണ് ജീവിച്ചത്. പിന്നീട് പഠിക്കാൻ വേണ്ടിയാണ് സിയോളിലോട്ട് പോയിരുന്നത്. ജിയാൻ ഇങ്ങനെ ആ വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട്. അവൻ്റെ പേര് ജോങ്മി എന്നാണ്. ജിയാൻ, നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ജോങ്മിൻ ചോദിക്കുമ്പോൾ, നീ ജോങ്മിൻ അല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇവർ പണ്ടത്തെ കളിക്കൂട്ടുകാരായിരിക്കും. ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നത് ഫ്യൂണറലിന് വെക്കാൻ വേണ്ടിയിട്ട് അങ്കിളിൻ്റെ ഒരു ഫോട്ടോക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കുള്ള അങ്കിളിൻ്റെ ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല. ഇപ്പോൾ ജോങ്മിൻ്റെ സഹായത്തോടെ ഫാമിലി ഫോട്ടോയിൽ നിന്നും അവൻ്റെ ഫോട്ടോ മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യുകയാണ്. ശേഷം അത് എഡിറ്റൊക്കെ ചെയ്ത് ജോങ്മിൻ സെറ്റാക്കുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ജിയാനോട് ജോങ്മിൻ, ഇതെല്ലാം സിമ്പിളല്ലേ, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു പഠിച്ചിരുന്നത്, അങ്ങനെ ഞാൻ നിൻ്റെ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ നിൻ്റെ അങ്കിളിൻ്റെ ഒരു നോട്ടീസ് കണ്ടു. നിൻ്റെ അങ്കിള് കൃഷിക്ക് വേണ്ടിയുള്ള ഹോസ് എന്ന് വെച്ച പൈപ്പ് അതെല്ലാം ഒരു വെബ്സൈറ്റ് വഴി വിൽക്കുന്നുണ്ടായിരുന്നു. അത് വെബ്സൈറ്റൊക്കെ ഷെയറാക്കാൻ വേണ്ടിയിട്ട് ആൾ വേണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു. അങ്ങനെ നിൻ്റെ അങ്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്കിള് മരിച്ചത്. ഞാനാണ് ബോഡി ആദ്യം കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു പോലീസിന്. ദേ ആ ബാത്റൂമിലാണ് മരിച്ചു കിടന്ന്, നീ അത് ഇപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ലല്ലേ എന്ന് ജോമിങ് ചോദിക്കുമ്പോൾ അവളില്ല എന്ന് മറുപടി പറയുന്നത് കണ്ട്, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാം, അതിനെ ഓർത്ത് വിഷമിക്കേണ്ട, നീ അങ്കിളിൻ്റെ ഫ്യൂണറലിൻ്റെ കാര്യം നോക്ക് എന്ന് പറയുന്ന ജോങ്മിനോട് താങ്ക്സ് പറയുകയാണ് ജിയാൻ. അങ്ങനെ ജിയാൻ ആ ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ അങ്കിളിൻ്റെ ഫ്യൂണറൽ നടത്തുന്നു. ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ജിൻമാൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയം അവർ വിളിക്കാത്ത 2 ഗസ്റ്റ് അങ്ങോട്ട് വരുന്നു. അത് 2 ട്വിൻസാണ്. ഈ സമയം ആ ഫ്യൂണറൽ നടക്കുന്ന ഹാളിൻ്റെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ജിൻമാൻ, നമുക്ക് നരകത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം എന്നൊരു സിഗരറ്റും വലിച്ചിരിക്കുന്ന അയാൾ പറയുന്നുണ്ട്. പക്ഷെ മുഖം കാണിക്കുന്നില്ല. ഇപ്പോൾ ആ ട്വിൻസ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടാക്സി ഡ്രൈവർ ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ട്വിൻസ് ആണെങ്കിൽ ഒരു മൈൻഡ് പോലും കൊടുക്കുന്നില്ല. ഈ സമയം വീട്ടിൽ ബാത്റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോങ്മിൻ. ഇപ്പോൾ അവിടെ ഒരു ഷെൽഫിലായിട്ട് രക്തക്കറ കാണുന്നതും അവൻ അത് പോയി തുറന്നു നോക്കുന്നു.
അതിൽ നിന്ന് ജോങ്മിന് ഒരു ചെറിയ ഫോൺ കിട്ടുവാണ്. ഇപ്പോൾ ഫ്യൂണറലാണെങ്കിൽ പണ്ട് ജിൻമാൻ്റെ കൂടെ പഠിച്ചവരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ടാക്സി ഡ്രൈവറിൻ്റെ കരച്ചിൽ കണ്ട് ബാക്കിയുള്ളവർ ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്, ഇവന് അവൻ്റെ നിന്ന് കാശ് വല്ലതും കിട്ടാനുണ്ടോ, അതോ ഇവൻ്റെ കാമുകനാണോ അവൻ? അവർ കൂട്ടം കൂടിയിരുന്ന് അവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ജിൻമാനെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു എന്നൊരുത്തൻ പറയുമ്പോൾ അത് പണ്ട് അവൻ നിന്റെ പല്ലടിച്ചത് തകർത്തോണ്ടലടാ എന്ന് ചോദിക്കുകയാണ് മറ്റൊരുത്തൻ. ഇപ്പോൾ ഒരുത്തൻ പറയാണ്, നിങ്ങൾക്കറിയോ ഈ ജിൻമാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ അവനൊരു ഗ്യാങ് ലീഡറായിരുന്നു. ഇത് കേട്ട് ഒന്ന് പോയടാ ഗ്യാങ് ലീഡറെ എന്നും പറഞ്ഞ് ചുറ്റുമുള്ളവർ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ മറ്റൊരുത്തനാണെങ്കിൽ എടാ വേറൊരു സീക്രട്ട് ഉണ്ട്, ഇതധികം പേർക്കൊന്നും അറിയില്ല. അതായത് ഈ ജിൻമാൻ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിൽ നിന്ന് വന്ന ഒരു NIS ചാരനാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇതിനേക്കാൾ ഭേദം ഇവൻ്റെ ഗ്യാങ്സ്റ്റർ ആയിരുന്നു. എടാ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എല്ലാ വിഷയങ്ങൾക്കും വട്ടപൂജയായിരുന്നു, എല്ലാത്തിലും ജസ്റ്റ് പാസ്സാണ് അവൻ. അവനാണോ NISൽ എടുക്കാൻ പോകുന്നത്? ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ അങ്ങോട്ട് കരഞ്ഞു വിളിച്ച് വരുന്നുണ്ട്. നിനക്കൊക്കെ എന്തറിയാളാ ജിൻമാനെ കുറിച്ച്? പണ്ട് നമ്മുടെ അച്ഛന്മാരുടെ എല്ലാം പണം ഗാംബ്ലിങ്ങിലൂടെ നഷ്ടപ്പെട്ടപ്പോൾ അത് കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിച്ചത് ആരാണെന്നതിൻ്റെ വിചാരം? അത് നമ്മുടെ ജിൻമാനാടാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മറ്റവരാണെങ്കിൽ ജിൻമാൻ നിനക്കത് ഞങ്ങളോട് പറയാമായിരുന്നില്ലടാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർക്കൊരു കുറ്റബോധം ഉണ്ടാകും. ഈ സമയം ഒരു സ്ഥലത്തിരുന്ന് ജിയാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഓർത്തത് അങ്കിളിനെ കുറിച്ച് എനിക്കെല്ലാം അറിയാമെന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ മനസ്സിലായി എനിക്ക് അങ്കിളിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. അങ്ങനെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചിതാഭസ്മം സൂക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ജോങ്മിൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഞാനും വരാം നിന്റെ കൂടെ എന്ന് അവൻ പറയുന്നു. എല്ലാവരും കൂടെ അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിൻമാൻ്റെ കൂടെ പഠിച്ചവന്മാരില്ലേ, അവരാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, സ്വന്തം അങ്കിള് മരിച്ചിട്ട് ഇവളൊരു തുള്ളി പോലും കരഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവരത്ര ക്ലോസ് ആയിരിക്കില്ല എന്നൊക്കെ ആ കൂട്ടത്തിലുള്ളവൻ പറയുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ ജിയാനും ജോങ്മാനും എല്ലാം കേൾക്കുന്നുണ്ട്. നീ അതൊന്നും കാര്യമാക്കണ്ട, എന്തായാലും നീ എല്ലാം നന്നായി തന്നെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ജോങ്മി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബാത്റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നിന്നെ സഹായിക്കാൻ സാധിച്ചതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ നല്ല ക്ലോസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് നീ എല്ലാം അടക്കി പിടിക്കുന്നുണ്ട് എന്ന് ജോങ്മിൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എല്ലാ വിഷമങ്ങളും അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയാണോ നിനക്ക് തോന്നുന്നത്? സത്യത്തിൽ എൻ്റെ അങ്കിൾ മരിച്ച രീതി ആലോചിച്ച് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. എന്തായാലും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊന്ന് സെറ്റാകുമ്പോൾ നിന്നെ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഇപ്പോൾ ജോങ്മിൻ അവിടെ നിന്ന് പോകുമ്പോൾ വീടിനകത്തേക്ക് കയറുകയാണ് ജിയാൻ. അവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അവൾക്ക് അവളുടെ അങ്കിളിൻ്റെ ഓർമ്മകൾ വരികയാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നില്ലേ നിങ്ങൾ? ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്താ ചെയ്യുക, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് പറഞ്ഞ് കരയാണ് ജിയാൻ. ഈ സമയത്താണ് ജോങ്മിൻ ഞാനിത് തരാൻ മറന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് ഇവൾ കരയുന്നത് കാണുന്നതും ഞാൻ എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞ് ജോങ്മിൻ പോകാൻ തുടങ്ങുമ്പോൾ അവൾ ഞാനിപ്പോൾ അത്ര ഓക്കെ അല്ല, എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ്റെ തോളത്ത് കിടന്ന് അവൾ കുറച്ചു നേരം മയങ്ങും. എന്നിട്ട് ജിയാന് ജിൻമാൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. അവൻ ഇത് നിൻ്റെ അങ്കിളിൻ്റെ ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ജോങ്മിനോട് അങ്കിളും ഞാനൊക്കെ ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിലും ഇതിൽ നിന്ന് ഫോൺ വിളിക്കാനെങ്കിലും പറ്റൂ എന്ന് ജിയാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിൻ്റെ അങ്കിള് വർക്കിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്തിരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. 70 മില്യൺ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, സാധനം എനിക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹോസ് ഇവർ വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഫോണിൽ ബാലൻസ് നോക്കുമ്പോൾ വലിയൊരു ക്യാഷ് തന്നെ ജിൻമാൻ്റെ പേരിലുണ്ട്. ഇത് എത്രയുണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ജിയാൻ ജോങ്മിനോട് ചോദിക്കുമ്പോൾ 187 ബില്യൺ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ജോങ്മിൻ വെറും ഹോസ് വിറ്റാൽ നമുക്ക് ഇത്രയും ക്യാഷ് കിട്ടുമോ എന്ന അതിശയത്തിലിരിക്കുകയാണ് രണ്ടാളും. ഈ സമയം ഇപ്പോൾ ജിയാൻ നീ എൻ്റെ അങ്കിളിന് വേണ്ടി ശരിയാക്കി കൊടുത്ത ആ വെബ്സൈറ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ വെബ്സൈറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഹോസ് എല്ലാം വിറ്റാലും ഇത്ര പൈസയും ജിൻമാന് കിട്ടില്ല. ഇപ്പോൾ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ജോങ്മിന് കാര്യം മനസ്സിലാവുന്നത്. അതായത് ഈ വെബ്സൈറ്റ് മറ്റേതോ ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ വെബ്സൈറ്റ് തുറന്നു വരുന്നതും മറുദേ ഹെൽപ്പ് എന്ന് അതിലും എഴുതിയിട്ടുണ്ട്. അതായത് ജിൻമാൻ്റെ കയ്യിൽ കണ്ട ടാറ്റൂയുള്ള അതേ പേര്. ലോഗിൻ ആകുമ്പോൾ അതിൽ സെയിൽസിന് വെച്ചിട്ടുള്ളത് മൊത്തം വെപ്പൺസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഇത് ഡാർക്ക് വെബ് ആണെന്നുള്ള കാര്യം ജോങ്മിന് മനസ്സിലാകുന്നു. ഇതൊരു ഇല്ലീഗൽ വെബ്സൈറ്റ് ആണ്. ആ ഹോസിൻ്റെ വെബ്സൈറ്റ് ഇതിൻ്റെ ഒരു മറയായിട്ടാണ് നിൻ്റെ അങ്കിൾ കൊണ്ടു നടന്നത്.
ഇല്ലീഗലായി വെപ്പൺസ് എല്ലാം സെയിൽ ചെയ്യുന്നതാണ് ഈ വെബ്സൈറ്റിൻ്റെ ജോലി എന്ന് ജോങ്മിൻ പറയുന്നത് കേൾക്കുമ്പോൾ തൻ്റെ അങ്കിൾ വെപ്പൺസ് സെല്ല് ചെയ്യാറുണ്ടായിരുന്നു എന്ന അതിശയത്തിലിരിക്കുകയാണ് ജിയാൻ. ഈ സമയം ആ വെബ്സൈറ്റിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്, എന്നാണ് സാധനം കിട്ടുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ജിയാൻ ഈ ഷോപ്പ് ക്ലോസ് ചെയ്തു. ഐ ആം സോറി, നിങ്ങളുടെ ബാങ്ക് നമ്പർ തരുവാണെങ്കിൽ ഞാൻ പൈസ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞ് ജിയാൻ ഒരു റിപ്ലൈ അയക്കുന്നതും ആ ആൾ തിരിച്ച് ഇങ്ങോട്ട് റിപ്ലൈ അയക്കും. അപ്പോൾ ജിൻമാൻ മരിച്ചോ? അങ്ങനെയാണെങ്കിൽ നീയും പെട്ടെന്ന് മരിക്കും ജിയാൻ. എന്നാൽ ഈ മെസ്സേജ് കാണുന്നതും ജോങ്മിനും ജിയാനും ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ്. താൻ ഇതുവരെ കാണാത്ത ഒരു വെബ്സൈറ്റിൽ ആൾക്ക് തന്നെ അറിയാം. പെട്ടെന്ന് തന്നെ ജോങ്മിൻ ആണെങ്കിൽ അയാൾക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞ് അത് ഓഫ് ചെയ്യും. നീ അതൊന്നും കേട്ട് പേടിക്കേണ്ട ജിയാൻ, അയാൾക്ക് ഭ്രാന്ത. പക്ഷേ ഒരു സേഫ്റ്റിക്ക് നമുക്കിത് പോലീസിനെ അറിയിച്ചാലോ എന്ന് ജോങ്മിൻ ചോദിക്കുന്നതും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ഇപ്പോൾ ജിയാൻ വന്ന് ഗേറ്റിലെ കോളുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ആ പുറത്ത് വന്നിരിക്കുന്നത് ഒരു ലേഡിയാണ്. ജിൻമാൻ, ഞാൻ മിൻഹയാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ അങ്കിൾ വീട്ടിലില്ല, പിന്നെ എപ്പോഴെങ്കിലും വരാൻ പറയുകയാണ്. ജിയാൻ, അങ്കിളോ? അപ്പോൾ നീ അവൻ്റെ ചേട്ടൻ്റെ മോളാണല്ലേ? നിന്നെക്കുറിച്ച് അവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ ചൈനീസ് പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചറാ. അല്ല, ജിൻമാൻ എങ്ങോട്ടെങ്കിലും പോയതാണോ? എനിക്ക് അവനൊരു ലെസൺ പഠിപ്പിക്കാനുണ്ടായിരുന്നു എന്നെല്ലാം മിൻഹ പറയുമ്പോൾ അവളുടെ ബാഗിൽ ഒരു ഗൺ ഇരിക്കുന്നത് നമുക്ക് കാണാം. ജിയാൻ ആണെങ്കിൽ ഇപ്പോൾ സംശയത്തിലിരിക്കുകയാണ്. അങ്കിൾ ചൈനീസ് പഠിക്കാറുണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അവൾ. ഈ സമയം ആ ഫോണിലോട്ട് പിന്നെയും ഒരു മെസ്സേജ് വരുന്നു. വേറെ ആരും നിന്നെ കൊല്ലാൻ ഇടയാക്കരുത്, എനിക്ക് തന്നെ നിന്നെ സ്വയം കൊല്ലണം ജിയാൻ. ഈ മെസ്സേജ് ജിയാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിൻഹ ആണെങ്കിൽ ഗേറ്റ് തുറന്ന് ഇവരുടെ ഡോറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, അവൻ വരുന്നത് വരെ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്തോളാം എന്ന് മിൻഹ പറഞ്ഞത് കേൾക്കുമ്പോൾ ജിയാന് ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഈ സമയം അവളുടെ വീടിനെ ലക്ഷ്യമാക്കി കുറേ ഡ്രോൺസ് അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. ശേഷം ജിയാൻ്റെ ചെറുപ്പകാലത്തെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ ഉള്ളത്. ഈ ജിൻമാൻ കുറേ കാലം ആരോടും പറയാതെ വീട് വിട്ടു പോയിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ ജിൻമാൻ വന്ന സന്തോഷത്തിലാണ് അവൻ്റെ അമ്മ. പക്ഷേ അവൻ്റെ ചേട്ടൻ, അതായത് ജിയാൻ്റെ അച്ഛൻ, ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വയസ്സായിട്ടും ഉത്തരവാദിത്തമില്ല എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്നു ജിൻമാൻ. ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ജിയാനോട് അവൻ, നിനക്കെൻ്റെ പേരറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന ജിയാനോട് ജിൻമാൻ, ഓർത്തു വെച്ചോ, മറക്കരുത് എന്ന് പറയുകയാണ് ജിൻമാൻ. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.